நம்ம தாலி இப்போ ஆദ്യം ഒരു ചട്ടിയിൽ കടുകും വെന്തയും പൊരിച്ച് കൊട്ടിയിട്ട് இந்த ക്യാബേജ് ഒന്ന് വതക്കിക്കറും. അപ്പം அதுக்கு ആദ്യം ചട്ടി ചൂടാക്ക വെച്ചിട്ട് കടുകും വെന്തയും താളിക്കിട്ട് இந்த ക്യാബേജ് ഒന്ന് വതക്കിയിട്ട് സാമ്പാർ வைக்கலாம். நம்ம சாம்பாருக்கு இந்த மாதிரி சைஸில் ஒரு லெமன் சைஸு புளி 1.5 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കാൻ. അപ്പോൾ സാമ്പാർക്ക് തേവயான അളവ് പുളി പിഴിഞ്ഞ് വെള്ളം ചേർക്കില്ല. ഒരു പ്രാവശ്യം ഇതാക്കിയിട്ട് 1-2 പ്രാവശ്യം പുളി പിഴിഞ്ഞ് വിടുന്നത് വെള്ളവും ചേർത്ത് പരിപ്പും ചേർക്കുമ്പോൾ സാമ്പാർ കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കും. അപ്പോൾ ഒരു ലെമൺ സൈസ് അളവിൽ പുളി വെള്ളത്തിൽ ഒരു 10 മിനിറ്റോളം കുതിർത്ത് വെച്ചിരിക്കാൻ. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് വതക്കിയിട്ട് പുളി പിഴിഞ്ഞ് വിട്ടുകലാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വിട്ടുക്കറേ, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ വെന്തയം, வதங்கியாச்சு. அந்த பச்சை மணம் போயாச்சு. இனி இதில் പുളി തേവயான അളവ് നമ്മൾ സാമ്പാർ എത്ര വെള്ളം വേണമോ அந்த அளவுக்கு പുളി പിഴിഞ്ഞ് വിട്ടുകലാം. എനിക്ക് 2 കപ്പ് വെള്ളത്തിൽ ഒരു പ്രാവശ്യം പിഴിയറിൻ, ഒരു പ്രാവശ്യം കൂടി 2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കറേ. സാമ്പാർക്ക് തേവயான അളവ് ഉപ്പ്, നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ്, മഞ്ഞൾപ്പൊടി. இந்த சாம்பாரில் காயம் சேர்க்கறதுல என்னென்னா இந்த கேபேஜோட ஒரு குத்து மണം இருக்கிறதுனால അതും കായവും രണ്ടും സ്മെല്ലും കൂടി ഏതാ ഒന്നോട് தான் ഡോമിനൻ്റാக இருக்கும். അപ്പോൾ இந்த கேபேஜோட സ്മെല്ല് இருக்கிறதுனால ഇതിൽ കായം ചേർക്കരുതില്ലേ. അപ്പോൾ നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പരിപ്പ് ഇതെല്ലാം പോട്ട് പുളിവെള്ളത്തിൽ ഇത് നന്നാ തിളച്ച് പിന്നെ ഇതിൽ സാമ്പാർ പൊടി கொஞ்சம் വെള്ളത്തിൽ കലക്കി ചേർக்கலாம். ഇല്ലെങ്കിൽ അത് கொஞ்சம் കട്ടയാവാൻ ചാൻസ് ഇരിക്കും. അതിനാലേക്ക് അപ്പോൾ ഇത് നന്നാ ഒന്ന് പുളിയോട് പച്ച തനിമ പോർന്നത് വരേക്കും നന്നാ വെട്ടി തിളക്കി വെക്കണം.